ഹലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ജലദോഷമൊക്കെ അടിച്ച് അത്ര സുഖമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ സൗണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ തംബ്നെയിൽ കണ്ടു കാണുമല്ലോ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. വെയിറ്റ് സ്റ്റക്ക്, വെയിറ്റ് ഫ്രീസ്, വെയിറ്റ് പ്ലേറ്റോ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വെയിറ്റ് ലോസ് ജേർണി ചെയ്തിട്ടുള്ളവരും ചെയ്യുന്നവരും അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഒരിക്കലെങ്കിലും കടന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഈ വെയിറ്റ് സ്റ്റക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഡയറ്റിലും ബാക്കി ജീവിത രീതികളിലും മാറ്റുന്നത് വഴി ഇതിനെ നമുക്ക് ഉറപ്പായിട്ടും ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ഒരുപാട് പേര് ഞാൻ ഇട്ട വീഡിയോക്ക് അടിയിൽ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഈ ഒരു അവസ്ഥയെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വെയിറ്റ് സ്റ്റക്ക് ഉണ്ടാവുന്നത് എന്നൊക്കെ ഉള്ളത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്റെ പേര് സിൽസ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റ് മല്ലു നെക്സ്റ്റ് ഡോർ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അമിത വണ്ണം കുറയ്ക്കുക, ഹൈറ്റിന് ആനുപാതികമായിട്ട് വെയിറ്റ് കൊണ്ടുവരിക, ബോഡി ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് പലരും വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരു വെയിറ്റ് ലോസ് ഡയറ്റും എക്സസൈസും ഒക്കെ സെറ്റ് ആക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ശരിക്കും ബാക്കി ജീവിത രീതികളും ഒക്കെ നന്നായിട്ട് ഫോളോ ചെയ്ത് ഇങ്ങനെ വരുവാണ്. ഇങ്ങനെ കറക്റ്റ് എല്ലാം ഫോളോ ചെയ്ത് 1 വീക്കായി 2 വീക്കായി 1 മന്ത് ആയി അങ്ങനെ നമ്മൾ വെയിറ്റ് സ്കെയിലേക്ക് കയറി നിന്ന് നോക്കുവാണ്. നമ്മുടെ വെയിറ്റ് ഒരു 2 kg കുറഞ്ഞു, അല്ലെങ്കിൽ 5 kg 7 kg ഒക്കെ കുറഞ്ഞു. നമ്മൾ ഭയങ്കര ഹാപ്പി ആയി. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് പുതിയ എക്സ്പെക്ടേഷൻസ് അടുത്ത് അവിടെ സെറ്റ് ചെയ്യുവാണ്. ഓക്കെ, എന്റെ വെയിറ്റ് 5 കിലോ കുറഞ്ഞു ഒരു മാസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 5 മാസം കൊണ്ട് 25 kg ഞാൻ ഇങ്ങനെ സ്ലിം ആവുന്നു അങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് നമ്മള്. എന്നാ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3-ാമത്തെ ആഴ്ച നിങ്ങൾ വെയിങ് മെഷീനിൽ കയറി നിന്ന് നോക്കുവാണ്, ഒരു ചേഞ്ചും കാണുന്നില്ല. ഒരു മാസമായി, പിന്നെയും ഒരു ചേഞ്ചും കാണുന്നില്ല. അപ്പൊ കൺഗ്രാറ്റ്സ്, നിങ്ങളും ഹിറ്റ് ചെയ്തിരിക്കുന്നു വെയിറ്റ് ഫ്രീസ് അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റക്ക്, വെയിറ്റ് പ്ലേറ്റോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. അല്ല, എന്താണ് ഈ വെയിറ്റ് പ്ലേറ്റോ അല്ലെങ്കിൽ വെയിറ്റ് ഫ്രീസ്, വെയിറ്റ് സ്റ്റക്ക് എന്നൊക്കെ പറയുന്ന അവസ്ഥ? നമ്മുടെ ബോഡിയിൽ അധികം എത്തുന്ന ഊർജം ഗ്ലൈക്കോജൻ എന്ന ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഗ്ലൈക്കോജൻ കൂടുതലായും ലിവറിലും മസിലും ഒക്കെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ബോഡിയിലേക്ക് കാലറി ഡെഫിസിറ്റ് പോലുള്ള ഡയറ്റ് മെത്തേഡ് വഴി എനർജിയുടെ അളവ് കുറയ്ക്കുമ്പോൾ ബോഡി മറ്റൊരു എനർജി സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും, ശരീരത്തിന്റെ മെറ്റബോളിസം കീപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ ബോഡി ഗ്ലൈക്കോജനെ ഡിപ്പെൻഡ് ചെയ്യുകയും ഈ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്യും. ഗ്ലൈക്കോജൻ മോസ്റ്റ്ലി ഉണ്ടാക്കിയിരിക്കുന്നത് വാട്ടർ വെച്ചിട്ടാണ്. അപ്പോൾ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ വാട്ടറും സ്വാഭാവികമായിട്ടും ബോഡിയിൽ നിന്ന് പോകും. അപ്പോൾ റാപ്പിഡ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ആ ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഫാറ്റ് പോകുന്നതല്ല, ശരീരത്തിൽ അധികം ഉണ്ടായിരുന്ന ആ ഒരു വെള്ളം ഗ്ലൈക്കോജൻ നഷ്ടപ്പെടുന്നത് വഴി പോകുന്നതാണ്. ഇങ്ങനെ ശരീരം ഗ്ലൈക്കോജൻ എല്ലാം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വെള്ളത്തിന്റെ നഷ്ടപ്പെടുന്നതിന്റെ അളവ് അങ്ങ് കുറയുകയും വെയിറ്റ് സ്റ്റക്കായി അവിടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? നിങ്ങളൊന്ന് റീഅസസ് ചെയ്ത് നോക്കണം നിങ്ങളെ തന്നെ. എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നമുക്ക് ഈ ഒരു ഡയറ്റും എക്സസൈസും ഒക്കെ ബോറടിച്ച് തുടങ്ങിയോ, അതിലുള്ള ഇൻട്രസ്റ്റ് പോയി തുടങ്ങിയോ, അല്ലെങ്കിൽ ടൂ മച്ച് കാലറി നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടോ, ശരീരത്തിന് വേണ്ടതിലും ഒരുപാട് അളവ് താഴെയാണോ നിങ്ങൾ എടുക്കുന്ന കാലറീസ്, അതുപോലെ ജങ്ക് ഫുഡും പ്രോസസ്ഡ് ഫുഡും ഒക്കെ നിങ്ങളുടെ ഡയറ്റിലേക്ക് വരുന്നുണ്ടോ, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന സ്നാക്സ്, പിന്നെ ഈ ടേസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ കഴിക്കുന്നതിൽ ഒരുപാട് കാലറീസ് അങ്ങനെ ഉള്ളിൽ ചെല്ലുന്നുണ്ടോ, പിന്നെ വൈറ്റമിൻസും ഹോർമോൺസും ഒക്കെ ചെക്ക് ചെയ്യാൻ അടുത്ത ടൈം ആയിട്ടുണ്ടോ, അത് എസ്പെഷ്യലി തൈറോയിഡും വൈറ്റമിൻ ഡിയും ഒക്കെ. പിന്നെ കഴിക്കുന്നതിൽ പ്രോട്ടീന്റെ അളവ് വളരെ കുറവാണോ, നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉറക്കം കിട്ടുന്നുണ്ടോ, സ്ട്രെസ് കൂടുതലാണോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിലും ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുകയും ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരിച്ച് വെയിറ്റ് ലോസ് ജേർണിയിലേക്ക് ആക്റ്റീവ് ആവാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം ഫുഡ് ഇൻടേക്ക്. ഫുഡ് ഇൻടേക്കിന്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ പറ്റുക? നമ്മുടെ ശരീരത്തിലെ ദൈനംദിന മെറ്റബോളിസംസ് നടന്നു പോവാനും കോൺസ്റ്റന്റ് ഹങ്കർ ഒഴിവാക്കാനും 1200 കിലോ കാലറീസ് വേണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ടിൽ നിന്നും ഒരുപാട് താഴ്ന്ന കാലറിയാണ് നിങ്ങൾ എന്നും കഴിക്കുന്നതെങ്കിൽ ബ്രെയിൻ അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യുകയും സ്റ്റാർവേഷൻ മോഡ് ഓൺ ആവുകയും ചെയ്യും. അപ്പോൾ ബ്രെയിൻ ചിന്തിക്കും, ആകെ ഇത്ര കാലറി കിട്ടുന്നുള്ളൂ, ഇത് വെച്ചിട്ട് എനിക്ക് എല്ലാം ഒന്ന് ഓടിച്ച് കൊണ്ടുപോകണം എന്ന് കരുതിയിട്ട് മെറ്റബോളിസവും നമ്മുടെ ബാക്കി ബോഡിയുടെ നീഡ്സും എല്ലാം ഈ ഒരു അളവിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെയും ഈ ഒരു ഡയറ്റ് തന്നെ ഫോളോ ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് ശരീരത്തിൽ യാതൊരു മാറ്റവും വരാതിരിക്കുകയും വെയിറ്റ് സ്റ്റക്ക് ആവുകയും ചെയ്യും. വെയിറ്റ് ലോസ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ
മീല് സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ ഒരുപാട് താഴ്ന്ന എമൗണ്ടിൽ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിലെ ഈ ഒരു ഫാറ്റ് പോകുന്നതിനോടൊപ്പം തന്നെ കുറച്ച് പ്രോട്ടീനും പോവും. മസിലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും പോവുകയും മസിൽ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ മസിൽ മാസ് നഷ്ടപ്പെടുന്ന അവസരത്തിൽ ബോഡിയുടെ മെറ്റബോളിസംസ് കുറയുകയും അതുവഴി വെയിറ്റ് സ്റ്റക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് അളവിൽ നമ്മൾ ഈ കാലറീസ് കുറയ്ക്കാതിരിക്കുക. ശരിക്കും മൈൻഡ്ഫുൾ ആയിട്ട് മാത്രം കാലറീസ് കുറയ്ക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിക്കുന്ന ഫുഡിൽ നിന്നും 10 to 30 ഗ്രാംസ് കാർബ്സ് ഓരോ മീലിൽ നിന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതൊന്ന് കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ ആകുമ്പോൾ ഒരു വലിയ ചേഞ്ചും അല്ല, നമുക്ക് എന്നാ അത്യാവശ്യം ഒരു ചെറിയൊരു എമൗണ്ട് അവിടെ കുറയുന്നുമുണ്ട്. അപ്പൊ ഈ ഒരു 3 മീലിൽ നിന്നും ഇങ്ങനെ ഒരു 30 കാലറീസ് വെച്ച് കുറയുവാണെങ്കിൽ ഒരു ദിവസം നമ്മളൊരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് കാർബ്സ് കുറയുന്നുണ്ട് അവിടെ. അതുവഴി എനർജിയും കുറയുന്നുണ്ട് ബോഡിയിലേക്ക് എത്തുന്നത്. അവിടെ ബോഡിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. ഈ ഒരു അവസരത്തിൽ ബോഡിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുകയും ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യുകയും അങ്ങനെ ആ ഒരു മെറ്റബോളിസത്തിൽ വരുന്ന ചേഞ്ച് കാരണം വെയിറ്റ് സ്റ്റക്ക് ഓവർകം ചെയ്യാനും പറ്റും. ഇനി അതല്ല, നമ്മൾ എന്നും ഇപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് ആണ് കഴിക്കുന്നതെന്ന് വെക്കുക. എല്ലാ ദിവസവും രാവിലെ ഓട്സ് ആണ് കഴിക്കുക. അപ്പോൾ ഓൾറെഡി ബോഡിക്ക് അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫുഡായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറ്റിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു വെയിറ്റ് ലോസ് ജേർണിയിലായിരിക്കുന്ന സമയത്ത് മാക്സിമം വെറൈറ്റി ഓഫ് ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ പല കളറിലുള്ള ഫുഡ് കഴിക്കാം, പല കളറിലുള്ള പച്ചക്കറികൾ ഒക്കെ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ പല ടെക്സ്ചർ, പല 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 രീതികളിലുള്ള ഫുഡൊക്കെയും ഉൾപ്പെടുത്തണം. ഇപ്പൊ ഡയറ്റ് ഫുഡും നമ്മുടെ നാടൻ ഫുഡും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാം. അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. നമ്മൾ ഏത് രീതിയിൽ ഇപ്പൊ ഒരു ചേഞ്ച് ബോഡിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നോ അത് സഡൻ ആയിട്ട് ഒരു ബോഡിക്ക് ഷോക്ക് ആയിട്ട് കൊടുക്കാതിരിക്കുക. ഗ്രാജുവലി കൊണ്ടുവരിക ഒരു ചേഞ്ച്. ഇപ്പോൾ നിങ്ങൾ 3 നേരവും നോർമൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഡയറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇപ്പം ഒരു നേരം നിങ്ങൾ ഡയറ്റ് ഫുഡ് കഴിക്കുക, 2 നേരം നോർമൽ ഫുഡ് തന്നെ കഴിക്കുക തുടക്കത്തിൽ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ 2 നേരം ഡയറ്റ് ഫുഡ് കഴിക്കുക, 1 നേരം നോർമൽ ഫുഡ് കഴിക്കുക. എപ്പോഴും ഒത്തിരി ലേറ്റ് ആയിട്ട് കഴിക്കാതിരിക്കുക. അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ജങ്ക് ഫുഡ് ഒന്നും കഴിക്കരുത്. ഞാൻ പറയുന്നത് ഹെൽത്തി ആയിട്ട് ഈറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് ഈ 2 നേരവും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആയി വന്നതിന് ശേഷം നിങ്ങൾ കംപ്ലീറ്റ്ലി 3 നേരവും ഡയറ്റ് ഫുഡിലോട്ട് മാറുക. അങ്ങനെ ബോഡിക്ക് ഗ്രാജുവലി ഒരു ചേഞ്ച് കൊടുക്കുമ്പോൾ ബോഡി അത് പെട്ടെന്ന് മനസ്സിലാവുകയും അതിനനുസരിച്ചിട്ട് മെറ്റബോളിസം അഡ്ജസ്റ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിലൂടെ വെയിറ്റ് ലോസ് കൊണ്ടുപോകാനും സാധിക്കും. മറ്റൊരു കാര്യം, മൾട്ടി വൈറ്റമിൻസും സപ്ലിമെന്റ്സും ഒക്കെ ബോഡിയിൽ നമുക്ക് ആവശ്യത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ഇതുവഴി മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ സാധിക്കും. പക്ഷെ എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ ഡെഫിഷ്യൻസി വരാറുണ്ട്. ഇപ്പൊ നമ്മളൊരു ബ്ലഡ് വർക്ക് ചെയ്ത് അതിൽ എന്തൊക്കെയാണോ ഫൈൻഡിങ്സ് ഉള്ളത്, അല്ല എന്തൊക്കെയാണോ ഡെഫിഷ്യന്റ് ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള സപ്ലിമെന്റ്സ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അളന്ന് തന്നെ കഴിക്കുക. കാലറി ട്രാക്ക് ഡൗൺ ചെയ്ത് തന്നെ കഴിക്കുക. ഇപ്പൊ നിങ്ങൾ ഹെൽത്തി ആയിട്ട് കഴിക്കുകയാണ്, ഡയറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഗ്രിൽ ചിക്കൻ വാങ്ങിച്ചു, കൂട്ടത്തിൽ ഒരു സാലഡും വാങ്ങി. ഇനിട്ട് കഴിക്കാൻ വേണ്ടി നിങ്ങൾ മയണൈസ് വാങ്ങിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സോസ്, ഒത്തിരി നല്ല എമൗണ്ടിൽ കെച്ചപ്പ് ഒക്കെ കഴിക്കുവാണെങ്കിൽ അതുവഴി നിങ്ങളുടെ ബോഡിയിലേക്ക് ഒരുപാട് കാലറീസ് എത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഓക്കെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ കഴിക്കുന്നതെന്ന്. പക്ഷെ സ്റ്റിൽ അവിടെ നിങ്ങൾ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി വരുന്നുണ്ട്, മയണൈസും കെച്ചപ്പൊക്കെ പോലുള്ളത്. അപ്പൊ അതുവഴി പിന്നെയും കാലറി നമ്മൾ കൗണ്ട് ചെയ്യുന്നതിനും അധിക എമൗണ്ടിൽ ബോഡിയിലേക്ക് വരുവാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ഇനിയിപ്പോ നിങ്ങൾ വെയിറ്റ് സ്റ്റക്കായി നിൽക്കുന്ന അവസരത്തിൽ ഒരു 2 ആഴ്ച ബ്രേക്ക് എടുക്കുക. എങ്ങനെയാണെന്നല്ലേ, 2 ആഴ്ച നിങ്ങൾ നോർമൽ ഡയറ്റിലേക്ക് പോവുക. നോർമൽ ഡയറ്റിലേക്ക് പോവാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വേ ഓഫ് ഈറ്റിങ്ങിലല്ല. കാലറി ഒത്തിരി നിങ്ങൾ അങ്ങോട്ട് റെസ്ട്രിക്ട് ചെയ്യണം എന്നില്ല, പക്ഷേ ഹെൽത്തി വേയിൽ നിങ്ങൾ കഴിക്കാനും ശ്രമിക്കുക. അങ്ങനെ ഒരു 2 ആഴ്ച ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു വെക്കേഷൻ പീരീഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ തിരിച്ച് അത്രയും നാൾ ഫോളോ ചെയ്തതല്ല വേറൊരു പുതിയ രീതിയിലോട്ട് ചേഞ്ച് ചെയ്യാം ഡയറ്റിനെ. ഇപ്പൊ നിങ്ങൾ ഒരു കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്ത് ലോ കാർബ് ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരാളാണ്. ഇപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് സ്റ്റക്കായി, 2 ആഴ്ച നിങ്ങൾ ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പ്ലസ് കാലറി ഡെഫിസിറ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ പല തംബ്നെയിൽസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്ത് വേണമെങ്കിലും കഴിച്ച് വെയിറ്റ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് 20 കിലോ എല്ലാം കഴിച്ചുകൊണ്ടും കുറയ്ക്കാം എന്നൊക്കെ പറയുന്നത് വെറും വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ മാത്രമാണ്.
ഏത് ഡയറ്റ് മെത്തേഡ് ആണെങ്കിലും നമ്മൾ അവിടെ എന്തും കഴിക്കാം എന്നുള്ള ഒരു രീതി തെറ്റാണ് അല്ലേ. നമ്മൾ ഡയറ്റിൽ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം ഉൾപ്പെടുത്തിയാൽ മാത്രമേ വെയിറ്റിന് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒത്തിരി ഓയിലി ആയിട്ടുള്ളതും ഫാറ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വെയിറ്റ് കുറയാൻ പോകുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ശരിയായ രീതിയിൽ കൊണ്ടുപോവുകയാണ്, വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല, എന്നാലും സെയിം അവസ്ഥയിൽ തന്നെ നിങ്ങൾ ചെന്നെത്തും. ഇനി ഡയറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒരുപാട് ഫൈബർ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഫൈബർ ഉൾപ്പെടുത്തുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് തിന്നാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അത് കുറയ്ക്കുകയും ലെസ് ക്രേവിങ്സ് ആക്കുകയും വയറ് ഫുൾ ആയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഫൈബർ ഡയറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഓരോ മീലിലും 40 to 80 grams ഓഫ് പ്രോട്ടീൻ നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളത് ശരിക്കും മെന്നിന് മാത്രം ആവശ്യമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവർക്ക് മാത്രം വേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ തികച്ചും തെറ്റായ അതൊരു ധാരണയായിരുന്നു. നമ്മുടെ ഫീമെയിൽസിന്റെ ബോഡിയിൽ കൂടുതലായിട്ടും ഫാറ്റ് ആണുള്ളത്. അപ്പൊ ഈ ഫാറ്റിനെ നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കണം. പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ലീൻ മസിൽ മാസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമാവുകയും ഈ ഫാറ്റിനെ റീപ്ലേസ് ചെയ്ത് അവിടെയൊക്കെ പ്രോട്ടീൻ വരികയും ചെയ്യും. ഈ ലീൻ മസിൽ മാസ് ആണ് നമ്മുടെ കാലറീസ് ഏറ്റവും കൂടുതൽ ബേൺ ചെയ്യിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മെറ്റബോളിസം കൂടുകയും വെയിറ്റ് കുറയുകയും ചെയ്യും. ഇപ്പോൾ എന്റെ വെയിറ്റ് ലോസ് വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്റെ വെയിറ്റ് എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല, പക്ഷേ വേസ്റ്റിന്റെ മെഷർമെന്റ് കുറയുന്നുണ്ട്, അതുപോലെ തന്നെ ഫാറ്റും കുറയുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ അത് നല്ലൊരു പോസിറ്റീവ് ഇൻഡിക്കേഷൻ ആണ്. നിങ്ങളുടെ ഫാറ്റ് മാറി അവിടെ പ്രോട്ടീൻ ബിൽഡ് ആവുന്നു എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് അത്. ഇത് നിങ്ങൾക്ക് ആദ്യം ഒന്നും വെയിറ്റിൽ വലിയ ചേഞ്ച് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിലും ഈ മസിൽ മാസ് കൂടുന്തോറും മെറ്റബോളിസം കൂടുകയും അതുവഴി നിങ്ങളുടെ വെയിറ്റ് കുറയുകയും ചെയ്യും. അപ്പൊ നമ്മളൊരു വെയിങ് സ്കെയിലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും റിലയബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണത്. നമ്മൾ ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യമാണ് എല്ലാ ദിവസവും 2 to 3 liters ഓഫ് വെള്ളം നമ്മൾ കുടിക്കുന്നു എന്നുള്ളത്. ഈ അളവിൽ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് വയർ എപ്പോഴും ഫില്ലായിരിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവുകയും വിശപ്പ് അധികം ഇങ്ങനെ ക്രേവിങ്സ് ആയിട്ട് ഒത്തിരി വരാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സോൾട്ട് അധികമായിട്ട് നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ വാട്ടർ റീറ്റെയിൻ ചെയ്ത് നിൽക്കും. സോഡിയം കൂടുതലാവുകയും വെള്ളം ഇങ്ങനെ ഒത്തിരി നിന്നിട്ട് നീര് വരികയും അതുവഴി വെയിറ്റ് കൂടുകയും ചെയ്യും. അപ്പൊ അതിനായിട്ട് നമ്മൾ സോഡിയത്തിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പൊട്ടാഷ്യം കൂടുതലുള്ള ഫുഡ് കഴിക്കണം. അതായത് ബനാന പോലുള്ള ഫുഡ് കഴിക്കണം. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെയോ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങളുടെ ഡയറ്റ് ചിട്ടപ്പെടുത്തുക. ഇനി ടീ, കോഫി ഇവയൊക്കെ മിതമായ അളവിൽ ഷുഗറും ഒന്നും ഇല്ലാതെ കഴിക്കുന്നത് നല്ലതാണ്. കാരണം ഇതിലൊക്കെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. എസ്പെഷ്യലി ഗ്രീൻ ടീ വെയിറ്റ് ലോസ് ജേർണിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വളരെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതും ഒരു ഘടകമാണ്. അപ്പൊ നിങ്ങൾക്ക് ഗ്രീൻ ടീനെ വെയിറ്റ് ലോസ് ജേർണിയിൽ പരിഗണിക്കാവുന്ന ഒന്നാണ്. പിന്നെ അബ്സല്യൂട്ട്ലി നമ്മള് സോഡ, ജ്യൂസ് അതുപോലെ തന്നെ ആൽക്കഹോൾ ഒക്കെയും ഒഴിവാക്കണം. ഇനി വർക്കൗട്ടിന്റെ കാര്യം, വർക്കൗട്ട് നമുക്ക് എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാം ഇങ്ങനെ ഒരു വെയിറ്റ് സ്റ്റക്ക് ഉണ്ടായാൽ. നമ്മളിപ്പോ എന്നും കാർഡിയോ മാത്രം ചെയ്യുന്ന ഒരാളാണ്, ഇപ്പൊ നടക്കാൻ പോവും അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ ഓടും എന്നും ഇപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബോഡി അതുമായിട്ട് അങ്ങ് അഡാപ്റ്റ് ആവുകയും പിന്നെ നമ്മളെ ബോഡിയിലത്തേക്ക് ഒരു ചേഞ്ചും വരാതിരിക്കുകയും ചെയ്യും, വെയിറ്റ് അവിടെ സ്റ്റക്ക് ആവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മുടെ ഇന്റൻസിറ്റി കൂട്ടുക, അല്ലെങ്കിൽ ഡ്യൂറേഷൻ കൂട്ടുക, അതല്ലെങ്കിൽ ഫ്രീക്വൻസി കൂട്ടുക. ഈ 3 രീതിയിലൂടെ മാത്രമേ ഈ ഒരു വെയിറ്റ് സ്റ്റക്കിനെ നമുക്ക് മറികടക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ എന്നും ഒരു 20 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്കതൊരു 30 മിനിറ്റ്സ് ആക്കി മാറ്റാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാർഡിയോ വർക്കൗട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടിലോട്ട് ഒന്ന് ചേഞ്ച് ചെയ്യാം. അതായത് ശരീരം കൂടുതലായി അനങ്ങുന്ന രീതിയിലുള്ള വർക്കൗട്ടിലോട്ട് ഒന്ന് മാറാം. അതിപ്പോ സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ ഒരു 10 മിനിറ്റ് വർക്കൗട്ടിൽ ഈ ഹിറ്റ്, അതായത് ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ് നിങ്ങൾ ഉൾപ്പെടുത്തുവാണ്, ബാക്കി നിങ്ങൾ കാർഡിയോ ചെയ്യുവാണ്. പിറ്റേന്ന് നിങ്ങൾ അതിനെ ഒരു 15 മിനിറ്റ്സ് ആക്കി അങ്ങനെ ഗ്രാജുവലി നിങ്ങൾക്ക് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ഒരു വീക്ക്ലി 3 to 4 ടൈംസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ബോഡിയിൽ പെട്ടെന്ന് ഒരു ചേഞ്ചിന് അത് കാരണമാവുകയും അങ്ങനെ നമുക്ക് വെയിറ്റ് സ്റ്റക്കിനെ ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ കോർ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ പരിഗണിക്കാം. ആദ്യം നിങ്ങൾ ഒത്തിരി വെയിറ്റ് എടുക്കുന്ന ഒരു തരത്തിലേക്ക് പോവാതിരിക്കുക. ചെറിയ വെയിറ്റ് എടുത്ത് എക്സസൈസ് ചെയ്ത് തുടങ്ങുക. ചെറിയ ഇന്റർവെൽസ് എടുത്ത് ചെയ്തു തുടങ്ങുക. പിന്നെ നിങ്ങൾക്ക് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ നിങ്ങൾ അതിന് ഓൾറെഡി റെസിസ്റ്റീവ് ആയി കഴിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വെയിറ്റിലോട്ട് പോവുക. ഇങ്ങനെ ഗ്രാജുവലി വർക്കൗട്ടിന്റെ പാറ്റേൺ മാറുന്നത് വഴി ബോഡിക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും.
വെയിറ്റ് സ്റ്റക്ക് മാറുകയും ചെയ്യും. ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് സ്ട്രെസ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ബോഡിക്കകത്തുള്ള സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ അവിടെ റിലീസ് ആവുകയും ഈ കോർട്ടിസോള് ലിവറിനെയും പാൻക്രിയാസിനെയും ഒക്കെ ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ ലിവറും പാൻക്രിയാസും ഒക്കെ ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ആവുമ്പോൾ അത് ബോഡിയിൽ ഫാറ്റ് ഡിപ്പോസിഷൻ കൂടാനായിട്ട് കാരണമാവും. അങ്ങനെ വരുമ്പോൾ എന്താ മെറ്റബോളിസം കുറയുകയും പിന്നെയും നമുക്ക് വെയിറ്റ് ഗെയിൻ ആവാൻ തുടങ്ങും, അല്ലെങ്കിൽ വെയിറ്റിന് ഒരു ചേഞ്ച് ഉണ്ടാവാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. വെയിറ്റ് ചേഞ്ച് ആവാത്തപ്പോൾ നിങ്ങൾ സ്ട്രെസ് ആയിട്ട് ഒരു കാര്യവും ഇല്ല. ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രാജുവലി ഉള്ള ചേഞ്ചസ് വച്ചിട്ട് നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം. അല്ലാതെ സ്ട്രെസ് വെറുതെ വരുത്തി വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ആവശ്യത്തിന് ഒരു 7 to 8 hours സ്ലീപ്പ് നിങ്ങൾക്ക് എന്നും കിട്ടുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു 7 hours സ്ലീപ്പ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമാണ്. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് മാക്സിമം നിങ്ങൾ എങ്ങനെയെങ്കിലും ശ്രമിക്കുക. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ കുറച്ച് പാടാണ്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ലോസ് ആയി, വെയിറ്റ് സ്റ്റക്കായി എന്ന് വിചാരിച്ചിരിക്കുന്നെന്ന് വെച്ചോ, ഇപ്പൊ ഒരാഴ്ച നിങ്ങളുടെ വെയിറ്റിന് ഒരു ചേഞ്ചും വന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരു വെയിറ്റ് സ്റ്റക്ക് ഒന്നും അല്ല. കാരണം ഒരു 2 weeks അല്ലെങ്കിൽ ഒരു 1 month ഒക്കെ ആയിട്ടും നിങ്ങൾ സെയിം നിങ്ങളുടെ റുട്ടീൻ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, കീപ്പപ്പ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഒരു ചേഞ്ചും കാണുന്നില്ല എങ്കിൽ മാത്രമേ അതിനെ വെയിറ്റ് സ്റ്റക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് ഫ്രീസ് ആയി എന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യാവുള്ളൂ. ഒരാഴ്ചയൊന്നും ഇതിനെ ബാധിക്കുന്ന ഒരു ഘടകമേ അല്ല. ചിലപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ വാട്ടർ റീറ്റെയിൻ ആയിരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്ലി പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പലരും ക്രാഷ് ഡയറ്റിലേക്ക് പോകുന്നവരായിരിക്കും. ഇപ്പോൾ ഒരു 30 കിലോ 2 മാസം കൊണ്ട് കുറയ്ക്കാം, അല്ലെങ്കിൽ ഒത്തിരി വലിയ എമൗണ്ട് ഇങ്ങനെ ചെറിയ പീരീഡ് കൊണ്ട് കുറയ്ക്കാം. അങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്ത് നിങ്ങൾ ഒരു ക്രാഷ് ഡയറ്റിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പോകുമ്പോൾ ബോഡിയിൽ ഇതുപോലെ ഒത്തിരി പെട്ടെന്ന് തന്നെ ഈ ഒരു ഗ്ലൈക്കോജൻ ഡിപ്ലീഷൻ നടക്കുകയും പെട്ടെന്ന് നിങ്ങൾ വിത്തിൻ വീക്സ് നിങ്ങൾ ഈ ഒരു വെയിറ്റ് പ്ലേറ്റോയിലോട്ട് പോവുകയും ചെയ്യും. ഇപ്പൊ ഹെൽത്തി വേയിലൂടെ പോകുന്ന ഒരാൾ മന്ത്സ് എടുത്തിട്ടാണ് വെയിറ്റ് സ്റ്റക്ക് ആവുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്രാഷ് ഡയറ്റ് എടുക്കുന്ന നിങ്ങൾ വിത്തിൻ വീക്സിലായിരിക്കും ഈ ഒരു പ്ലേറ്റോയിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോഡിക്ക് ഒത്തിരി ഷോക്ക് കൊടുക്കാത്ത രീതിക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള വെയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് ഡയറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വെയിറ്റ് ലോസ് ജേർണിയിലേക്ക് പോകാനോ ശ്രമിക്കുക. ഈ വഴികളിലൂടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു വെയിറ്റ് ഫ്രീസിനെ ഓവർകം ചെയ്ത് പിന്നെയും ആക്റ്റീവായിട്ട് വെയിറ്റ് ലോസ് ജേർണിയിലേക്ക് മടങ്ങാൻ പറ്റുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.